ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു സോണറ്റ്. അപ്പോൾ കിയയുടെ സോണറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രില്ല് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഗ്രില്ലുമ്മയ്ക്കുള്ളൊരു ലൈറ്റ്, ഗ്രില്ലുമ്മയ്ക്ക് ഒരു 4 പീസിൻ്റെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ കത്തുന്നത്. അതേപോലെ തന്നെ നല്ലൊരു സബ്-വൂഫർ നമ്മളിലേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ വയറിങ്ങനെ പോയിരിക്കുന്നത് ഞാനാണ് കാണിച്ചു തരുന്നത്. ശരിക്കും നമുക്ക് 3 വയർ നമുക്ക് അതിലേക്ക് പോകുന്നുണ്ട്. മെയിനായിട്ട് 3 വയർ. ഒന്നൊരു മെമ്മറി വയർ, പിന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്നുള്ള സബ് ഔട്ട്, അതേപോലെ തന്നെ ബാറ്ററി വയർ. ബാറ്ററി വയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഫിനോലെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രില്ല് ലൈറ്റ്, അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ എൻക്ലോസർ. വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു സബ്-വൂഫറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യണേ. സബ്-വൂഫർ ഫിറ്റിങ്സിന് നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ് എല്ലാം കപ്ലറിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. അതുമാത്രമല്ല നമുക്ക് ഇത് ഇത്തിരി സൈസ് കൂടുതലുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഡിക്കി സ്പേസ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഊരി മാറ്റി വെക്കാനുള്ള ഒരു സൗകര്യം കൂടി, അതിനുള്ളൊരു കപ്ലറും കൂടി നമ്മളതിൽ ഇട്ടിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വീതി കുറവേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കപ്ലർ. അതിലേക്കുള്ള വരുന്ന ആ കപ്ലർ നമ്മൾ ഇവിടുന്ന് മെയിൽ ഫീമെയിൽ കപ്ലറാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഊരി നമുക്ക് ഈ സാധനം മാറ്റി വയ്ക്കാം. കൂടുതൽ ലഗേജ് എന്തെങ്കിലും കയറ്റാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിക്കി സ്പേസിൻ്റെ ആവശ്യം നമുക്ക് വരാണെങ്കിൽ ഇതിന് മാറ്റി വയ്ക്കാനുള്ള സൗകര്യം കൂടി ഇതിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിനോലെക്സിൻ്റെ വയറിൻ്റെ പാക്കറ്റായിരിക്കണത് കേട്ടോ. ഫിനോലെക്സിൻ്റെ വയറാണ് നമ്മൾ ഇതിന് വേണ്ടി ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കപ്ലർ ഇട്ടുള്ള സൗകര്യം ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യത്തിന് ഊരി വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിൽ ഫീമെയിൽ കപ്ലർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഞാനത് ഇത് ബോക്സ് വെച്ചതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഫിറ്റിങ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഫിറ്റിങ്സിൽ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സെറ്റിൽ നിന്ന് ഒരു ഓഡിയോ ഔട്ട് എന്നുള്ള ഒരു വയർ വരുന്നുണ്ട്, ഓഡിയോ ഔട്ട്. അത് നമ്മൾ വയർ അതിൽ പ്ലഗിൽ കുത്തിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൻ്റെ പിന്നിൽ തന്നെ അതിനുള്ള കപ്പർ ഉണ്ടാവും, അതിൽ ഒരു ഫ്ലവർ സോക്കറ്റ് ഉണ്ടാവും. അതിൽ കുത്തിയിട്ടാണ് അതിൻ്റെ വയറിങ് നമ്മൾ എടുക്കുന്നത്. വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കതിൽ വരുന്നില്ല. അതേപോലെ തന്നെ അതിലാ ഒരു വൈറ്റ് കളർ കാണുന്ന കളർ, ഇതാണ് കപ്ലർ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കപ്ലർ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വിട്ടുപോരും. ബാക്കിയൊക്കെ പിന്ന് കുത്തിയിട്ടുള്ള പരിപാടിയാണ്. ആ പിന്ന് കുത്താൻ നമുക്കത് ഊരിയെടുത്ത് കഴിഞ്ഞ് സാധനം മാറ്റി വയ്ക്കാം. അതിൽ വൈറ്റ് പോലത്തെ ഒരു ആഷ് കളർ വയറുണ്ടായിരുന്നല്ലോ, അതാണ് സെറ്റിൽ നിന്ന് വരുന്ന വയർ. പിന്നെ ഒരു മെമ്മറി വയറാണ് സെറ്റിൽ നിന്ന് വരാം. ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ അത് വർക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതുകൊണ്ട് ഞാൻ ആ പാട്ട് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടിപൊളി വർക്കിംഗ് ആയിട്ടുള്ളൊരു സബ്-വൂഫറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രണ്ടിൽ 2 വർക്കുള്ള ഒന്ന് ഗ്രില്ല് ലൈറ്റാണ്. ഗ്രില്ല് ലൈറ്റ് ഇതാണ്. നമ്മൾ പല വണ്ടികളും നമുക്ക് കാണാൻ പറ്റും ഓറഞ്ച് കളറിലുള്ള ഒരു ഗ്രില്ല് ലൈറ്റ്. ആ ഗ്രില്ല് ലൈറ്റ് ഇതിലേക്ക് 4 പീസ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്കിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു LED ലൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാം വൈറ്റ് ആണ്. വൈറ്റ് കളറും വരുന്നുണ്ട്, വാം വൈറ്റും വരുന്നുണ്ട്. വൈറ്റ് കളറിനേക്കാളും റോഡ് ക്ലിയറൻസ് കൂടുതൽ വാം വൈറ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന് 1 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട്. 1 ഇയർ അല്ല, 2 വർഷം വാറണ്ടി ഉള്ള ലൈറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ക്ലിയറൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാം വൈറ്റ് ഇടുന്നത്. മറ്റേ വൈറ്റ് പ്യുവർ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ക്ലിയറൻസ് കുറയും, പക്ഷേ അകലെ നിന്ന് വരുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അയാൾ ഡിമ്മ് തരും. പക്ഷെ നമുക്ക് റോഡ് ക്ലിയറൻസ്, പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ റോഡ് ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാം വൈറ്റ് വേണം ഇടാനായിട്ട്. അതല്ലെങ്കിൽ വൈറ്റാണ് ഇടണമെന്ന് വെച്ചെങ്കിൽ അത്രയ്ക്കും വാട്ട്സ് കൂടിയ നല്ല ബ്രൈറ്റ് നന്നായിട്ട് കിട്ടാവുന്ന ലൈറ്റ് വേണം ഇടാനായിട്ട്. സാധാരണ നമ്മളത് ഹൈ ബീമിലാണ് സാധാരണ ഇട്ട് കൊടുക്കുക. ലോങ് ബീമിൽ ശരിക്കും ഓഫ് വൈറ്റ് ആണ് അല്ലെങ്കിൽ വാം വൈറ്റ് ആണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റോഡ് ക്ലിയറൻസ് കിട്ടാൻ നല്ലത്. അപ്പോൾ കമ്പനി വരുന്ന അതിൻ്റെ ബൾബ് മാറ്റിയിട്ട് നമ്മളിത് H4 ആണ് കേട്ടോ അതിൻ്റെ നമ്പർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും അതിൽ തന്നെയാണ് വരുന്നത്. H4 എന്ന് പറഞ്ഞ ബൾബ് ഒറ്റ ബൾബായിരിക്കും അതിൽ വരുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ ഏറെക്കുറെ എല്ലാത്തിലും അല്ല, ചില വണ്ടികളിലൊക്കെ നമുക്ക് 2 ബൾബ് വരും. ഒന്ന് ഡിമ്മും ഒന്ന് ബ്രൈറ്റ്. അതിന് സെപ്പറേറ്റ് ആണ് ബൾബ് വരുന്നത്. ഇതിന് രണ്ടും വരുന്നത് ഒറ്റ ബൾബാണ്. 2 ഫിലമെൻറ്റും കൂടിയിട്ട് വരുന്ന ഒറ്റ ബൾബ്. എന്ന് വെച്ചാൽ ഡിമ്മും ബ്രൈറ്റും വരുന്നത് ഒറ്റ ബൾബിൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് കത്തിച്ച് കാണാം. നമ്മളിപ്പോൾ അത് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ നമ്മളിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 വർക്ക് നമുക്കിത് ചെയ്യാനുള്ളൂ. മെയിനായിട്ട് നമ്മളൊരു സബ്-വൂഫർ എൻക്ലോസർ, നമ്മുടെ
വെസ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു സബ് വൂഫർ നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ ഒരു ഗ്രില്ല് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ ഹെഡ്ലൈറ്റ് ബൾബ്. ഹെഡ്ലൈറ്റ് ബൾബ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മാറ്റി നമ്മൾ വേറെ ഇത്തിരി വാട്ട്സ് ഉള്ള ഹെഡ്ലൈറ്റ് ബൾബാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഗ്രില്ല് ലൈറ്റ് ശരിക്കും നല്ല ഷോ വരുന്ന ഐറ്റാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് അകലയിൽ നിന്ന് വരുമ്പോൾ തന്നെ വണ്ടി കാണാനും നല്ല രസമായിരിക്കും ഈ ഗ്രില്ല് ലൈറ്റ് വരുമ്പോൾ. ഇപ്പോൾ സംഗതി ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടികളും ടോറസും വരെ ഇപ്പോൾ ഈ ഗ്രില്ല് ലൈറ്റ് വെക്കുന്നുണ്ട്. ടോറസിൽ ഒരു 8 വെക്കണം, ഒരു സൈഡിൽ 4 മറ്റു സൈഡിൽ 4. സാധാരണ ചെറുവണ്ടി നമ്മൾ കാറുമ്പോഴൊക്കെ 4 പീസാണ് വെക്കുന്നത്. ഇപ്പോൾ എന്താ ഹെഡ്ലൈറ്റ് നമ്മൾ കത്തിച്ചു. അതിൻ്റെ ഡിമ്മും ബ്രൈറ്റാണ് നമ്മൾ ഇട്ട് കാണുന്നത്. നല്ല ഹൈ ബ്രൈറ്റാണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് റോഡ് കാണാനും എല്ലാത്തിനും സൗകര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വാം വൈറ്റ് ഇട്ടത്. വാം വൈറ്റിൻ്റെ പ്രത്യേകത നമുക്ക് റോഡ് ക്ലിയറൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വാം വൈറ്റ് ഇട്ടുക. മാത്രമല്ല വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 2 വർഷം വാറണ്ടി ഉണ്ട്. 2 വർഷം വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് ഇപ്പോൾ സോണറിൻ്റെ തന്നെ കുറേ വർക്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. സ്പോയിലർ, റൂഫ് റെയിൽ, അങ്ങനെ പല വർക്കുകളും. അതേപോലെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയുണ്ട്. ഫ്രണ്ട് ആ ഗ്രില്ല് ലൈറ്റ് കറക്റ്റ് ആ വെച്ച സ്ഥലവും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.